നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേൽ. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായ തപത്രനേത്രാം യേന ത്വയാ ഭാരതതൈലപൂർണ്ണപ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. എല്ലാ ബന്ധുജനങ്ങൾക്കും നമസ്കാരം. ഭാരത സംഗ്രഹം നമ്മൾ തുടരുകയാണ്. 11 പർവ്വങ്ങളാണ് ഇതുവരെ നോക്കിയത്. ആദ്യ പർവ്വം, പിന്നെ മയൻ സഭ ഉണ്ടാക്കുന്നത് തൊട്ട് സഭാപർവം, വനപർവം, ചൂതുകളിക്ക് ശേഷം വനത്തിൽ 12 വർഷം താമസിക്കുന്ന വനപർവം, പിന്നെ വിരാടപർവം, യുദ്ധത്തിന് തയ്യാറായിട്ടുള്ള ഉദ്യോഗപർവം, പിന്നെ 4 മഹാരഥന്മാരുടെ യുദ്ധപർവങ്ങൾ, ഭീഷ്മൻ മുതലായിട്ടുള്ളവരുടെ, പിന്നെ അവസാനം ഉറങ്ങുമ്പോൾ അശ്വത്ഥാമാവ് കുട്ടികളെ കൊല്ലുന്ന സൗപ്തിക പർവം, സ്ത്രീജനങ്ങളുടെ വിലാപമായുള്ള സ്ത്രീപർവം. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞത്. അടുത്ത ശാന്തിപർവമാണ്. ശാന്തിതം ശാന്തിപർവം 12-ാമതും പിന്നെ ശാന്തനവോക്തിമയം മിക്കതും ഓർക്കുന്നാകിൽ. ശാന്തനവോക്തിമയമാണ്. ശാന്തനം എന്ന് പറഞ്ഞാൽ ശന്തനുവിൻ്റെ മകൻ ഭീഷ്മന്റെ ഉപദേശമാണ് ശാന്തിപർവവും അനുശാസിക പർവവും. അത് വളരെ 12ഉം 13ഉം അതാണ് വലിയതാണ്. 339 അധ്യായമാണ് ശാന്തിപർവത്തിൽ. അനുശാസികത്തിൽ 284 അധ്യായങ്ങൾ, 1000 കണക്കിന് ശ്ലോകങ്ങൾ അതിൽ വരും. ശാന്തിപർവത്തിൽ ഭീഷ്മോപദേശം, യുദ്ധം ചെയ്തൊരു സ്വസ്ഥതയും കിട്ടാതെ പലരോടും ചോദിച്ചൊരു സ്വസ്ഥത കിട്ടുന്നില്ല ധർമ്മപുത്രന്. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ ശരശയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് പറഞ്ഞേക്കുക. അപ്പൊ ഭീഷ്മരുടെ അടുത്ത് പോയപ്പോൾ ഭീഷ്മരെ ഉപദേശിക്കുകയാണ് യുധിഷ്ഠിരന്. അതിന് ശാന്തിപർവം. വർണ്ണാശ്രമധർമ്മങ്ങളെ പറ്റി പറയുന്നുണ്ട്. പുണ്യതീർത്ഥങ്ങൾ, ദാനം, ഹോമം, അതിൻ്റെ ധർമ്മം, ആപദ്ധർമ്മം, സാഖ്യയോഗാദി ദർശനങ്ങൾ, മോക്ഷധർമ്മം എല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം അനുശാസനപൂർവം വരും. അതും ഭീഷ്മരുടെ ഉപദേശമാണ്. അതും വലിയ 286 അധ്യായം വരുന്നതാണ്. ധർമ്മത്തിൻ്റെ സ്ഥിതി, ദാനം, അനുഷ്ഠാനങ്ങൾ, പാത്രത്തിൻ്റെ ഭേദങ്ങൾ, കാലം, ദേശം, സിദ്ധാന്തം, മൂർത്തി ഇവയുടെയൊക്കെ ഭേദങ്ങൾ, ശ്രൗതസ്മാർത്ഥ വിധി, താന്ത്രിക വിധി, ചേതന, ജഡഭേദങ്ങൾ, ഭേദഗതിത്രയം, യാഗഭേദങ്ങൾ, അവതാരാദികൾ, അവസാനം പരമമായ ധർമ്മം എല്ലാം പറഞ്ഞുകൊണ്ടാണ് ഭീഷ്മര് തൻ്റെ ഇഹലോകവാസം അവസാനിപ്പിക്കുന്നത്. അടുത്ത് 14-ാമത്തെ. 11 നമ്മൾ ഓർത്തുവല്ലോ. ആദ്യത്തെ 3 പിന്നെ വിരാടം, ഉദ്യോഗം, പിന്നെ 4 മഹാരഥന്മാര്, സൗപ്തികം, സ്ത്രീ പർവം, പിന്നെ ഇതപ്പോൾ ഉപദേശമായിട്ടുള്ള ശാന്തിപർവം, അനുശാസനപർവം കഴിഞ്ഞപ്പോഴേക്കും 13ആയി. ഇനി 5 ബാക്കിയുള്ളൂ. അശ്വമേധി പർവമാണ്. അങ്ങനെ അശ്വമേധത്തിന് വേണ്ടി പുറപ്പെടുകയാണ് പാണ്ഡവര്. സംവർത്തക മുനിയുടെയും മരുത്തൻ്റെയും സംവാദം ഉണ്ടായിട്ട് പാണ്ഡവര് നിധിക്ക് വേണ്ടിയിട്ട് കുബേരൻ്റെ നിധിക്ക് വേണ്ടി വടക്കോട്ട് പോവാണ്. ആ സമയത്താണ് ഒരു വലിയ അപകടം പറ്റുക. അശ്വത്ഥാമാവ് ബ്രഹ്മശിരസ് പ്രയോഗിക്കും. അത് ഉത്തരയുടെ ഗർഭത്തിലുള്ള കുട്ടിയെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അത് കുന്തി മുതലായവർ വന്ന് സങ്കടം കൃഷ്ണനോട് വരുമ്പോൾ കൃഷ്ണൻ അവിടെ എത്തുന്നു. എന്നിട്ട് ആ കുട്ടിക്ക് ജീവൻ വീണ്ടും നൽകുന്നു. അതാണ് പരീക്ഷത്തിന്റെ ജനനം. പിന്നെ ബഭ്രുവാഹനന്റെ കഥന്റെ അർജുനൻ തൻ്റെ മകനായ ബഭ്രുവാഹനനായിട്ട് യുദ്ധം ചെയ്ത് അർജുനൻ മരിക്കുന്നു. അർജുനനെ വീണ്ടും ജീവിപ്പിക്കുന്നു. വളരെ വിചിത്രമായ കഥയാണത്. പിന്നെ നകുലോപാഖ്യാനൊക്കെ അതിനോടനുബന്ധിച്ചിട്ടാണ്. അശ്വമേധീയ പർവം, അതിലുണ്ട് 333 അധ്യായങ്ങൾ. അടുത്ത ആശ്രമവാസ പർവം 15-ാമത്തെ. ധൃതരാഷ്ട്രരെ അങ്ങനെ പതുക്കെ അവിടുന്ന് ഒരു ദിവസം രാത്രി അവിടുന്ന് കാണാതെയാണ്. ധൃതരാഷ്ട്രം ഗാന്ധാരിയും കുന്തിയും വിതുരൻ വന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ ധൃതരാഷ്ട്ര പോയി ഹിമാലയത്തിൽ പോയി ഗംഭീരമായി തപസ് ചെയ്ത് ധൃതരാഷ്ട്രർക്ക് വ്യാസൻ വന്ന് ഓരോന്ന് കാണിച്ചു കൊടുക്കും. ദുര്യോധനാദികളെയൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാം തൃപ്തിയെ മക്കളെയൊക്കെ കണ്ടിട്ട് പിന്നെ അദ്ദേഹം മോക്ഷധർമ്മത്തിൽ അടിയുറച്ചെന്ന് തപസ് ചെയ്ത് മോക്ഷം നേടുകയാണ്. ഗാന്ധാരിയും അതുപോലെ പിന്നാലെ പോവും. കുന്തിയും ദേഹം ഉപേക്ഷിക്കും. വിതുരനും തൻ്റെ യമധർമ്മനാണല്ലോ വിതുരൻ.
യമധർമ്മൻ ശാപം മാണ്ഡവ്യ ശാപം കൊണ്ട് വന്നതാണ്. ആ മാണ്ഡവ്യ ശാപം മതിയായി കണ്ടപ്പോൾ വിതുരനും ഒരു തീർത്ഥത്തിൽ ചാടി ശരീരം ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഒരിക്കൽ നാരദൻ അവിടെ വരുന്നു. അപ്പോൾ ഈ ധൃതരാഷ്ട്രന്റെ ഗതിയൊക്കെ പറയുമ്പോൾ യുധിഷ്ഠിരന് ഒന്ന് സമാധാനവും. നാരദൻ പറയും കുറച്ചും കൂടി ഇനിയും വലിയ ആപത്തുകൾ വരാണ്ട് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇത് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ആദ്യത്തെ സ്കന്ധത്തിലിനെ 2-3 അധ്യായങ്ങളായിട്ട് 14-15 ആയിട്ട് വരുന്നുണ്ട്. അതാണ് ആശ്രമവാസ പർവ്വം. ധൃതരാഷ്ട്രന്റെ ആശ്രമവാസം അത് 40 അധ്യായങ്ങളുള്ളൂ, 906 ശ്ലോകങ്ങൾ എന്ന് പറയുന്നു. അടുത്ത മൗസല പർവ്വം. മുസലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലക്കയെ സംബന്ധിച്ച് യാദവന്മാരെ നശിക്കാൻ ഒരു ഒലക്കയാണല്ലോ കാരണം. അങ്ങനെ ആ ഒലക്ക കാരണം തമ്മിൽ അതിനുണ്ടായ പുല്ലുകൾ ഉപയോഗിച്ച് അടിച്ച് എല്ലാവരും പരസ്പരം മരിക്കും. ഭഗവാന്റെ ആഗ്രഹം അതായിരുന്നു. അങ്ങനെ തൻ്റെ വംശം കൂടി നശിപ്പിച്ച ഭൂഭാരം തീർത്തിട്ട് വേണം സ്വർഗാരോഹണത്തിന് പുറപ്പെടാൻ പറഞ്ഞു ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നു. ഇതറിഞ്ഞ അർജുനൻ വലിയ വ്യഥയിലാവുന്നു. അർജുനൻ വജ്രനെ അവിടുത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത ശേഷം കുറച്ച് പേരെയും കൊണ്ട് തിരിച്ചു പോരുമ്പോൾ കാട്ടാളന്മാരൊക്കെ വന്ന് അർജുനനെ വെറുതെ നോക്കുകുത്തിയാക്കി നിർത്തി പലതും ദ്രവ്യങ്ങളും അപഹരിക്കാം. അപ്പം അർജുനന് വലിയ വിഷമം വരിച്ചാലും ഭഗവാൻ ഗീത പറഞ്ഞത് ഓർത്ത് അദ്ദേഹം മനസ്സിനെ സന്തുലപ്പെടുത്തുകയാണ്. അങ്ങനെ ഹസ്തനാപുരിയിൽ വന്ന് യുധിഷ്ഠിരനോട് കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി അവരൊക്കെ ഇനി രാജ്യം ഉപേക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കി പിന്നത്തെ മഹാപ്രസ്ഥാനം പർവ്വം അതിൽ അവർ പുറപ്പെടുന്ന 3 അധ്യായങ്ങളേ ഉള്ളൂ. എല്ലാം ഉപേക്ഷിച്ച് പരീക്ഷത്തിനെ രാജാവായിട്ട് പോകുന്നു. അടുത്ത സ്വർഗാരോഹണ പർവ്വം 5 അധ്യായമാണുള്ളൂ, അവസാനത്തെ പർവ്വം. അതിൽ അങ്ങനെ അവരുടലോടെ യുധിഷ്ഠിരനും ബാക്കിയുള്ളവരല്ലാതെയും വടക്കോട്ട് പോയി അങ്ങനെ മോക്ഷം സ്വർഗം നേടുന്നു. സ്വർഗത്തിലെത്തി യുധിഷ്ഠിരനെ ദേവദൂതൻ സ്വർഗം കാണിച്ചു കൊടുക്കും. അപ്പോൾ അതിൽ പാണ്ഡവന്മാരെ കാണുമ്പോൾ യുധിഷ്ഠിരനെ കണ്ടോടുകൂടി അവരുടെ വിഷമമൊക്കെ മാറും. പിന്നെ അവസാനം അവർ മുക്തി നേടും. കർണനോടും കൂടി ചേർന്ന് എല്ലാവരും സ്വർഗത്തിൽ സുഖമായി താമസിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. അധ്യയനം ചെയ്യുന്നോർക്കെന്നുമേ മുക്തി വരും, പർവ്വവും 3000 ഗ്രന്ഥവും 100,000. ഇത് സ്വർഗാരോഹണ പർവ്വം. പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഈ ഭാരതം അധ്യയനം ചെയ്യുന്നവർക്ക് മുക്തിയാണ് അതിൻ്റെ ഫലം. 36 പർവ്വം, 18 പർവ്വങ്ങളുണ്ട്. ഗ്രന്ഥം 100,000, 1,00,000 ഗ്രന്ഥമുണ്ട്. ദിവ്യവും അധ്യായവും ഉണ്ട് ഒരു 2000-2000-ഓളം, 2047 എന്നൊക്കെയാണ് കണക്കൂട്ടുമ്പോൾ വരുന്നത്. ഇങ്ങനെ അധ്യായങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിലൊരു ഇതാണ് ശൗനകനൊരു സംശയം തോന്നും. അക്ഷൗഹിണി എന്താണ് അതിൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ അതും സൂതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് ഒരു അക്ഷൗഹിണി? 18 അക്ഷൗഹിണികളാണല്ലോ യുദ്ധത്തിൽ പങ്കെടുത്ത്. 7 അക്ഷൗഹിണി പാണ്ഡവന്മാർക്കും മറ്റവർക്ക് 11 ആയിരുന്നു. ഒരു അക്ഷൗഹിണി പറഞ്ഞാൽ എത്ര ആളാണ്? ഇപ്പം 4 അംഗങ്ങളാണല്ലോ ചതുരംഗപ്പട. ആ ചതുരംഗപ്പടയിൽ ഒരാന, ഒരു തേര്, 3 കുതിര, 5 കാലാൾ കൂടുമ്പോൾ അതിന് പത്തി എന്ന് പറയും. 3 പത്തിയാണ് ഒരു സേനാമുഖം, 3 സേനാമുഖം ഒരു ഗണം, 3 ഗണം ഒരു വാഹിനി, 3 വാഹിനി ഒരു പ്രധന, അത് 3 കൊണ്ട് കൂട്ടിയാൽ ചമു, അത് 3 കൊണ്ട് കൂട്ടിയാൽ അനീകിനി ആയി. 10 അനീകിനിയാണ് ഒരു അക്ഷൗഹിണി. അങ്ങനെ വരുമ്പോൾ 2187 ആനകളും അത്ര തന്നെ തേരും, 6561 കുതിരകളും 10,935 കാലാളും വരും. അതായത് 1,09,56,561 വേണം ഒരു അക്ഷൗഹിണിക്ക്. അത്രയും സന്നാഹം വേണം ഒരു അക്ഷൗഹിണിക്ക്. ഇതാണ് അക്ഷൗഹിണിയുടെ കണക്ക് പറയുന്നത്. അത്രയും പറഞ്ഞ ശേഷം പിന്നെ അദ്ദേഹം അധ്യയന സംഗ്രഹം നിർത്തുകയാണ്. അപ്പോൾ പിന്നെ വീണ്ടും ശൗനകാദികൾ ചോദിക്കുകയാണ്. വൈശമ്പായനമുനി ജനമേജനോട് വൈശേഷ്യമുള്ള മഹാഭാരതം അറിയിപ്പാൻ എന്തു കാരണം അത് ചൊല്ലെന്നു കേട്ടു സൂതൻ, ബന്ധമുണ്ടായത് അറിയിച്ചിടാമെന്ന് ചൊന്നാൻ. എന്തുകൊണ്ടാണ് വൈശമ്പായനമുനി ജനമേജന് ഉപദേശിച്ച് പറഞ്ഞപ്പോൾ അതിന് ഉദംഗോപാഖ്യാനം മുതൽ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാണ്. ശ്രീകൃഷ്ണാർപ്പണമസ്തു.